അങ്ങനെ ഒടുവിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി. ഇനി എന്തായിരിക്കും അടുത്തൊരു ക്ലൈമാക്സ്? ശരിക്കും ഇനിയാണ് സതീശന് മുന്നിൽ വലിയ വെല്ലുവിളി ഉയരാൻ പോകുന്നത്. കോൺഗ്രസിലെ സതീശിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നവരെന്ന് പറയാവുന്ന MLA-മാരാകെ 2 പേര് മാത്രമാണ്. അത് കൊച്ചി MLA ആയിട്ടുള്ള മുഹമ്മദ് ഷിയാസും പൊന്നാനി MLA KP നൌഷാദ് അലിയുമാണ്. ഇനി മുഖ്യമന്ത്രി ആയ സ്ഥിതിക്ക് കുറച്ച് MLA-മാരെ സതീശിനൊപ്പം കൂട്ടാൻ കഴിഞ്ഞാലും എതിർഭാഗം അതിശക്തര് തന്നെയാണ്. ഈ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും അവഗണിച്ചതിൽ അമർഷമുള്ള MLA-മാർ ഒറ്റക്കെട്ടായിട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശിനെതിരെ അണിനിരക്കുന്ന കാഴ്ചയാണ് ഇനി എന്തായാലും കാണാൻ പോകുന്നത്. 28ാമത്തെ വയസ്സിൽ കരുണാകരന്റെ മന്ത്രിസഭയിൽ അംഗമായ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഈ 70ാമത്തെ വയസ്സിൽ ഒരു 70ാമത്തെ വയസ്സിലും കേവലം മന്ത്രിയായിട്ട് തുടരുമെന്ന് ഞാൻ കരുതുന്നില്ല. അതും പാർട്ടിയിലെ ചെന്നിത്തലയുടെ ജൂനിയറായി വന്ന സതീശന്റെ കീഴിൽ മന്ത്രിയായിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അപമാനമായേ എന്തായാലും ചെന്നിത്തല കാണുകയുള്ളൂ. MLA സ്ഥാനം രാജിവെക്കുന്നതിനെ കുറിച്ച് പോലും രമേശ് ചെന്നിത്തല ആലോചിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇക്കാര്യം രാഹുൽ ഗാന്ധിയോട് തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ തിരിച്ചടി ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട. ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡും തിരിച്ചറിയുന്നുണ്ട്. തന്ത്രപ്രധാനമായ ആഭ്യന്തര വകുപ്പ് നൽകി രമേശ് ചെന്നിത്തല അനുനയിപ്പിച്ച് മന്ത്രിസഭയിൽ നിലനിർത്താനാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കേരളത്തിലെത്തുന്ന ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഇക്കാര്യം സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയുമായി നേരിട്ട് ചർച്ചയും നടത്തും. ഈ ചെന്നിത്തലയെ അനുനയിപ്പിച്ച് മാത്രമേ മറ്റു മന്ത്രിമാരുടെ കാര്യത്തിലേക്ക് എന്തായാലും കോൺഗ്രസ് നേതൃത്വം കടക്കുകയുള്ളൂ. ഈ സതീശ് മുഖ്യമന്ത്രി ആയെങ്കിലും മന്ത്രിസഭയിലെ കോൺഗ്രസ് പ്രതിനിധികളിൽ ബഹുഭൂരിപക്ഷവും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പം നിൽക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഈ പുതിയ സാഹചര്യത്തിൽ വകുപ്പ് വിഭജനം പോലും വി.ഡി. സതീശൻ എന്തായാലും ഏകപക്ഷീയമായിട്ട് നടത്താൻ കഴിയില്ല. ഇതിലെല്ലാത്തിലും ഹൈക്കമാൻഡിന്റെ ഒരു ഇടപെടൽ എന്തായാലും ഉറപ്പാണ്. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പണ്ട് VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ കോടിയേരി ബാലകൃഷ്ണൻ പവർഫുൾ ആയ ഒരു അവസ്ഥയാണ് എന്തായാലും ഉണ്ടാകുക. ഈ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസിന്റെയും ചുമതല കൈവശമുള്ള മന്ത്രിയെ സാക്ഷാൽ മുഖ്യമന്ത്രി പോലും എന്തായാലും ഭയക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് മന്ത്രിയാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ പദവിയിലേക്ക് വരാൻ പോകുന്ന ബെന്നി ബെഹനാൻ MP സതീശന്റെ എതിർചേരിയിലുള്ള ശക്തനായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ്. ഈ ചെന്നിത്തല ഹൈക്കമാൻഡിന് മുന്നിൽ വഴങ്ങിയാൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിലും അതേപോലെ തന്നെ നിയമസഭയ്ക്കകത്തും രമേശ് ചെന്നിത്തല എടുക്കുന്ന തീരുമാനത്തെയാണ് KC വേണുഗോപാലിന്റെ വിഭാഗവും അതേപോലെ തന്നെ എന്തായാലും A ഗ്രൂപ്പും അംഗീകരിക്കുക. ഇതും നിയുക്ത മുഖ്യമന്ത്രിക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുക. അതായത് വലിയ ക്ലൈമാക്സ് ഇനി എന്തായാലും കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ഈ മുഖ്യമന്ത്രിയെ തനിച്ചാക്കി വെടക്കാക്കുക എന്നതാണ് പാർട്ടിയിലെ സതീശൻ വിരുദ്ധരുടെ അജണ്ട എങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് എന്തായാലും വലിയ പണി ഇനി എടുക്കേണ്ടി വരില്ല എന്നതാണ് എന്റെ ഒരു ടേക്ക്.